സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് ഊതിക്കഴിച്ച വചനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ശീലിക്കൂ, ദൈവവചനം ധ്യാനിക്കുവാൻ ശീലിക്കൂ. വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. വചനം വായിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. വചനം വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭാഷ ലഭിക്കും. ഞാൻ ഈ മദ്രാസിൽ വന്നിട്ട് ഏകദേശം 44 വർഷമാകുന്നു. നിങ്ങളുടെ തെലുങ്ക് ഭാഷ എങ്ങനെയുണ്ടെന്ന് ചിലർ എന്നോട് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ, ഞാൻ മനുഷ്യരോട് ചെലവഴിക്കുന്ന സമയത്തിനേക്കാൾ ദൈവത്തിന്റെ വചനം ഞാൻ കൂടുതൽ വായിക്കും. അതുകൊണ്ട് ദൈവവചനം തെലുങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നല്ല ദൈവത്തിന്റെ വചനത്തോട് കൂടിയതായ വാക്കുകൾ, ഇപ്പോൾ ഞാൻ 2 റെഫറൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞ വാക്കുകളിൽ എത്ര ദൈവവചനം പറഞ്ഞുവെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കിയാൽ അരമണിക്കൂർ പ്രസംഗത്തിൽ ഏകദേശം 100-ൽ കൂടുതൽ ദൈവത്തിന്റെ വചനത്തിന്റെ റെഫറൻസുകൾ എൻ്റെ പ്രസംഗത്തിൽ കാണുവാൻ കഴിയും. നീ എന്താണോ വായിക്കുന്നത്, എന്താണോ കേൾക്കുന്നത്, അതായിരിക്കും നീ സംസാരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തതായ ചീത്തത്തരം കേൾക്കുകയാണെങ്കിൽ അതായിരിക്കും നീ സംസാരിക്കുന്നത്. എന്താണ്? ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇവൻ വളരെ കുറുമ്പനാണ്, ഇവനൊരു വഴക്കാളിയാണ് എന്നൊക്കെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അമ്മമാർ പറയാറുണ്ട്. എന്താണ്? 2-3 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവന് നിങ്ങളൊരു പേര് കൊടുത്തിരിക്കുന്നു. വഴക്കാളിയാണ്, കുറുമ്പനാണ്, കുസൃതിക്കാരനാണ്, പറഞ്ഞാൽ കേൾക്കില്ല, അനുസരണമില്ലാത്തവൻ. എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങളുടെ വയറ്റിലായിരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അവൻ പഠിച്ചെടുത്തിട്ട് അതാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് പഠിച്ചത്? മാതാവിന്റെ ഗർഭത്തിലുള്ള ശിശു 3-ാം മാസമോ 4-ാം മാസമോ 5-ാം മാസമോ ആകുമ്പോൾ മാതാവിന്റെ ശബ്ദം കേൾക്കും. മാതാവിന്റെ രീതികളും മറ്റും കുഞ്ഞിനെ മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ സംസാര ഭാഷയ്ക്ക് നാം പറയുന്നത് മാതൃഭാഷ. ആരുടെയാണ്? അപ്പന്റെ ഭാഷയെന്നല്ല, അമ്മയുടെ ഭാഷ എന്നാണ് പറയുന്നത്. കാരണം മാതാവിന്റെ വയറ്റിൽ നിന്ന് നാം പഠിച്ചതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നീ സ്നേഹത്തോടെ സംസാരിച്ചാൽ സ്നേഹത്തോടെ സംസാരിക്കുന്ന കുഞ്ഞ് ജനിക്കും. നീ കോപത്തോടെ സംസാരിക്കുകയാണെങ്കിൽ കോപത്തോടെ സംസാരിക്കുന്ന കുഞ്ഞ് ജനിക്കും. അതുപോലെ മലയാളം സംസാരിച്ചാൽ മലയാളം സംസാരിക്കുന്ന കുഞ്ഞ് ജനിക്കും. ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുഞ്ഞ് ജനിക്കും. എന്താണ്? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിനക്കൊരു നല്ല കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ നിന്റെ ഹൃദയം നിറയ്ക്കണം. മറ്റുള്ളവരോട് നുണകൾ പറയരുത്, പരസ്പരം കുറ്റം പറയരുത്. നിങ്ങളുടെ അമ്മ എന്നോട് പോരാണ് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന് എന്ത് തോന്നും? അപ്പോൾ അമ്മയെ ഇഷ്ടമാണോ അല്ലയോ? അമ്മയെ ഇഷ്ടമല്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ലെന്നാണോ? കല്യാണം കഴിഞ്ഞാലും ഭർത്താവിന് അമ്മയോട് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഭാര്യ അമ്മയെക്കുറിച്ച് പറഞ്ഞതായ വാക്കുകൾ എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ ആ പോയിസൺ കുറച്ച് കയറി. നിങ്ങളുടെ അമ്മയ്ക്ക് സ്നേഹമില്ല, എന്താണ്, പിശുക്കിയാണ്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? അമ്മയോട് ദേഷ്യം വന്നിട്ട് ആ മകൻ അമ്മയ്ക്ക് നേരെ തിരിയുവാൻ ഇടയാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നാം സ്നേഹം വർദ്ധിപ്പിക്കുകയല്ലാതെ, ചില അമ്മായിമ്മമാരാണെങ്കിൽ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡാ, നിന്റെ ഭാര്യ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കുറ്റം പറയും. എന്താണടി അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കും. എന്താടാ നീ നോക്കി നിൽക്കുന്നത്, അവക്കിട്ടൊന്ന് കൊടുക്കുമെന്ന് അപ്പൻ പറയും. അപ്പം പറഞ്ഞല്ലേ, വലിച്ചൊരെണ്ണം അങ്ങോട്ട് കൊടുത്തു. മർമ്മത്തിൽ എവിടെ അടികൊണ്ടിട്ട് മരിച്ചു പോകാനിടയായി. ഇപ്പോഴാരാണ് ജയിലിൽ പോകേണ്ടത്? എല്ലാവരും പോണം. ദേഷ്യപ്പെട്ട് പറയുന്ന വാക്കുകൾ, ഭിന്നിപ്പിക്കുന്നതായ വാക്കുകൾ, ദോഷം വരുത്തുന്നതായ വാക്കുകൾ, മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്നതായ വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. ദോഷം പറയാൻ വേണ്ടി നീ വായി തുറക്കുന്നു, നീ അപവാദം പറയുന്നു, സഹോദരന് നേരെ ദോഷം പറയുന്നു, നിന്റെ അമ്മയുടെ മകന് നേരെ നീ അപമാനം പറയുന്നു. അമ്മയുടെ മകൻ നിനക്ക് ആരാകുന്നു? നിനക്കാരാണ്? സഹോദരങ്ങൾ തമ്മിലും വഴക്കാണ് ഈ കാലത്ത്. സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത്, വിദ്വേഷിക്കുന്നത്? സ്വന്തം സഹോദരിമാർ തമ്മിലും എന്തുകൊണ്ടാണ് ഈ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെടുന്നത്? എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നീ യഥാർത്ഥമായി സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ സ്വന്തം സഹോദരിയെ മാത്രമല്ല, മറ്റുള്ളവരെ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കും. സ്വന്തം അനുജനെ മാത്രമല്ല, മറ്റ് ഉള്ളവരെയും സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കാനിടയാകും. നീ ഭക്തി പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വ്യഭിചാരികളുമായി നീ സമ്പർക്കം കൂടുന്നു, കള്ളന്മാരോട് അനുകൂലപ്പെടുന്നു, ദോഷം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, കപടം പറയുന്നു,
അപവാദം പറയുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. നീ ഇരുന്നു നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. 21 വാക്യം, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ. നീ എന്തൊക്കെ ചെയ്തിട്ടും ദൈവം എന്താണ് പറയുന്നത്? ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ നീ എന്താണ് വിചാരിക്കുന്നത്? ഞാനും നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിക്കുകയാണ്. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു എന്ന് വചനം പറയുന്നു. ദുഷ്പ്രവർത്തിക്ക്, അതായത് ദോഷപ്രവർത്തിക്ക് വരേണ്ടതായിരിക്കുന്ന ശിക്ഷ തൽക്ഷണം വരാതിരിക്കുന്നത് കൊണ്ട് ഭയമില്ലാതെ ധൈര്യത്തോടെ പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളയുന്നു. വമ്പു പറയുന്ന നാവിനെ യഹോവ ഛേദിച്ചു കളയുമെന്ന് വചനത്തിൽ പറയുന്നു. ഇന്ന് ദൈവം ഒരു കത്തിയൊക്കെ കൊടുത്ത് ഒരു ദൂതനെ അയക്കുകയാണ് എന്ന് വിചാരിക്കുക. ദൈവ സന്ദേശം കേൾക്കുവാൻ വന്നിരിക്കുന്നവർ എല്ലാവരും കള്ളം പറഞ്ഞ എല്ലാവരുടെയും നാവുകൾ അറുത്തു കളയാൻ പറയുകയാണെങ്കിൽ ഇവിടെ എത്ര പേർക്ക് നാക്ക് ഉണ്ടായിരിക്കും? കള്ളം പറയുമ്പോൾ, വമ്പ് പറയുമ്പോൾ നിന്റെ നാവ് ഊരിപ്പോവുകയാണെന്ന് വിചാരിക്കുക. പിന്നീട് നിന്റെ അടുത്ത് നിൽക്കുന്നവർ ആരെങ്കിലും കള്ളം പറയുമോ? അല്ലെങ്കിൽ നിന്റെ എതിരെ നിൽക്കുന്നവർ ആരെങ്കിലും കളവ് പറയുമോ? ശരി, സാരമില്ല. അവരുടെ നാവ് എന്തിനാണ് കളയുന്നത്? എന്തിനാണ് അവരെ ഇപ്പോൾ ശിക്ഷിക്കുന്നത്? അവർ സ്വഭാവമൊക്കെ മാറ്റും. ആ നാവ് കൊണ്ട് എന്നെ പിന്നീട് സ്തുതിക്കും, എന്നോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ദൈവം ക്ഷമ കാണിക്കുമ്പോൾ മനുഷ്യർ എന്താണ് ചിന്തിക്കുന്നത്? ദൈവമുണ്ടോ ഇപ്പോൾ? ദൈവം ജീവിക്കുന്നുണ്ടോ? ദൈവം എന്താണ് ചെയ്തത്? ദൈവം എന്താണ് നൽകിയത് എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്. ഇവിടെ പറയുന്നു, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതെ ഇരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനാണെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിൻ മുൻപിൽ അവയെ നിരത്തിവെക്കും. നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ കണ്ണിൻ മുൻപിൽ നിരത്തിവെക്കും. ഏത് സമയമാണ്, ഏത് ദിവസമാണ് എന്നൊക്കെ ഇപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഏത് സമയം, ആരോട്, എത്ര നേരം സംസാരിച്ചു, ഏതു സമയത്താണ് സംസാരിച്ചത്, എല്ലാം ഫോണിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് നിരത്തിവെക്കാനിടയാകും. നിന്റെ ഫോൺ കോൾ ലിസ്റ്റ്, നിന്റെ ജീവിതം അതുപോലെ. നീ ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ നിന്റെ മുൻപിൽ അങ്ങനെ നിരത്തി വെച്ചിട്ട് നിന്നെ ശാസിക്കാനിടയാകും. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നീ രക്ഷപ്പെട്ടു പോകും. നാളെ ദൈവം നിന്റെ ജീവിതം മുഴുവനും ഒന്നൊന്നായി നിന്റെ മുൻപിൽ നിരത്തി വയ്ക്കുമ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ദൈവത്തെ മറക്കുന്നവരെ പറയൂ, ഇത് ഓർത്തുകൊള്ളുവീൻ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. അതോർത്തുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ അനുസരിക്കൂ. കുറ്റങ്ങൾ ഏറ്റുപറയുക, അതിനോട് ക്ഷമ ചോദിക്കുക. നീ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികളെ, നിന്റെ വ്യഭിചാരത്തെ, ദുഷ്ടക്രിയകളെയെല്ലാം ക്രമപ്പെടുത്തുക. നിന്റെ ദോഷപ്രവൃത്തികളെ, മറ്റുള്ളവർക്ക് എതിരായി ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. അല്ലെങ്കിൽ ഇവയെ എല്ലാം നിന്റെ മുൻപിൽ നിരത്തിവെച്ച് ഞാൻ നിന്നെ ശാസിക്കും. നിങ്ങളെ ഞാൻ കീറിക്കളയും. വിടുവിക്കുവാൻ ആരും. ഭർത്താവ് അടിച്ചാൽ സ്വന്തം വീട്ടിൽ പോകാൻ കഴിയും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോകാം. ബന്ധുക്കൾ ഓടിച്ചാൽ സ്നേഹിതരുടെ വീട്ടിൽ പോകാൻ കഴിയും. സ്നേഹിതരെ ഓടിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ പോകാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ നീ എവിടേക്ക് പോകും? ഒരാളെ മാത്രമേ ഉള്ളൂ, വാ വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതാരാണ്? അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അവൻ റെഡിയായിരിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ കൂടെ കൊണ്ടുപോകാം, വരൂ എന്ന് പറഞ്ഞ്. എവിടേക്കാണ്? അഗ്നിയും ഗന്ധകവും എരിയുന്നതായ നരകത്തിലേക്ക്. പിന്നെ രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല. നരകത്തിൽ ചെല്ലുകയാണെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മ പോലാണെന്നാണ് പറയുന്നത്, ഉപവാസ പ്രാർത്ഥന പോലെ. നരകത്തിൽ യേശുക്രിസ്തു ആരാണെന്ന് അറിയാത്ത ആളുകളെക്കാൾ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് വിശ്വസിക്കാത്ത ആളുകളാണ് ഉള്ളതെന്നാണ്. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാത്ത ആളുകളൊക്കെ ചെന്നിട്ട് നരകത്തിൽ പ്രാർത്ഥിക്കുമെന്നാണ്. കർത്താവേ എന്നോട് നീ ക്ഷമിക്കണമേ. അന്ന് ജയ്പാൽ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, എന്നോട് അയ്യോ എന്നോട് ക്ഷമിക്കണമേ. നീ എത്രമാത്രം കരഞ്ഞാലും, നീ എന്തെല്ലാം പറഞ്ഞാലും അവന് ബോധം കിട്ടി, ബോധം വന്നു എന്നൊക്കെ നീ പറഞ്ഞ് കരയുകയല്ലാതെ പുഴു ചാവുകയില്ല, തീ കെടുകയുമില്ല. തീയിൽ നിന്റെ കാല് വെന്തു പോകും, എന്നാൽ നീ ഒരിക്കലും അവിടെ കിടന്ന് മരിക്കുകയില്ല. നീ മരിക്കില്ല, നിന്റെ ആത്മാവിന് മരണം ഇല്ല. ഓരോ നിമിഷവും നീ ആ നരകത്തിന്റെ ജീവിതം അനുഭവിച്ച് നരകിച്ചുകൊണ്ടേയിരിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ആരും നശിച്ചു പോകുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നില്ല. സകലരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസം ഒരു നിമിഷം ചിന്തിക്കുക. നീ ഭക്തനാണെന്ന് പറയുന്നു, കർത്താവിനെ വിശ്വസിച്ചു, നീ സ്നാനമെടുത്തെന്നൊക്കെ പറയുന്നു. എന്നാൽ നിന്റെ സംസാരം എങ്ങനെയാണ്? നിന്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണ്? നിന്റെ ജീവിതം എങ്ങനെയുണ്ട്? നിന്റെ മനസ്സിനെ നീ എങ്ങനെ കാക്കുന്നു? നിന്റെ ഇടപാടുകൾ, സ്നേഹബന്ധങ്ങൾ എങ്ങനെയുണ്ട്? നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പശ്ചാത്തപിച്ചാൽ, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നാളെ നീ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ അവനോട് ക്ഷമിച്ചു, മകൻ പൊയ്ക്കോളൂ എന്ന് കർത്താവ് പറയും. എന്റെ രക്തത്താൽ കഴുകിയിരിക്കുന്നു, ഞാൻ അവന്റെ പിഴ അടച്ചിരിക്കുന്നു എന്ന് പറയും. മദ്രാസിൽ ഒരു കാലത്ത് സൈക്കിളിൽ ലൈറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. 40 വർഷം മുമ്പ് സൈക്കിളിൽ പോയാണ് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴിയിലൊക്കെ പോയിട്ട് ആ സൈക്കിളിലെ വിളക്ക് കെട്ടുപോയി. അത് എപ്പോൾ കെട്ടാലും നമുക്കത് കാണുവാൻ കഴിയത്തില്ല. അത് കെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ എന്നെ പിടിച്ചു. ഇപ്പോഴാണ് സാർ കെട്ടുപോയത്, നോക്കുക ചൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റുകയില്ല, നാളെ കോടതിയിൽ നീ വരണം എന്ന് പറഞ്ഞു. അവിടെ 5 രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കോടതിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കള്ളന്മാര്, പിടിച്ചുപറിക്കാര്, വ്യഭിചാരികൾ എല്ലാവരും അവിടെ നിൽക്കുന്നു. അവിടെ മുമ്പിൽ നിന്നപ്പോൾ എനിക്ക് നാണം തോന്നി. എന്തു ചെയ്യാം, ഞാനും ഒരു കുറ്റക്കാരനാണല്ലോ. സൈക്കിളിൽ വെട്ടമില്ലാതെ യാത്ര ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു വക്കീൽ വന്നു. സാർ 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 എന്ന് വിളിക്കുകയാണ്. എന്താണ്, ഇവനെന്തിനാണ് എന്നെ ഇപ്പോൾ സാറെന്ന് വിളിക്കുന്നത്? അയാൾ വന്ന് പറയുകയാണ്, നിങ്ങളുടെ കേസ് ഞാൻ വാദിക്കാം, അതുകൊണ്ട് എനിക്ക് 5 രൂപ തന്നാൽ മതി എന്ന്. 5 രൂപ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കോർട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറയും. അപ്പോൾ കാര്യം എങ്ങനെയാണ്? വക്കീൽ നമ്മുടെ പക്ഷത്ത് ആണെന്നുള്ളതാണ്. നമുക്ക് വേണ്ടി അവിടെ വാദിക്കുവാൻ ഇടയാകും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ തന്നെ പോകാം. ഞാൻ അവിടെ പോയി നിന്നു. എൻ്റെ പേര് വിളിച്ചു, ജയ്പാൽ. യെസ് സാർ. ലൈറ്റ് ഇല്ലാതെ സൈക്കിളിൽ പോയോ? ആദ്യമേ എൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നു, അതല്ല ഇതല്ല എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ 15 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും, അതുകൊണ്ട് സമ്മതിച്ചേക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ, ആ സൈക്കിളിൽ ലൈറ്റ് ഇല്ലാതെ പോയോ നീ? അതെ സാർ. തെറ്റല്ലേ? അതെ സാർ. 5 രൂപ ഫൈൻ അടച്ചിട്ട് പൊക്കോ. തെറ്റ് സമ്മതിച്ചാൽ കുഴപ്പമില്ല, തെറ്റ് സമ്മതിച്ചില്ലെങ്കിലോ ഈ 5 രൂപയുള്ള ഫൈന് അത് 10 ആകും, 15 ആകും. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഫൈൻ ആരാണ് കെട്ടിയത്? തെറ്റ് ഏറ്റു പറയുന്നവന് ഒരു ശിക്ഷാവിധിയും ഇല്ല. അങ്ങനെ ഏറ്റു പറയുന്നില്ല എങ്കിൽ നീ ചെയ്ത സകല തെറ്റിനും നീ കണക്ക് പറയേണ്ടി വരും, ശിക്ഷ അനുഭവിക്കണം. രക്ഷപ്പെടുത്തുവാൻ ആരും ഇല്ല. നരകത്തിൽ വീട് കഴിഞ്ഞ് നീ എത്രമാത്രം നിലവിളിച്ചാലും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും കടന്നു വരുവാൻ കഴിയാത്തവണ്ണം വലിയൊരു വിടവുണ്ട്. ആ ധനവാൻ നരകത്തിൽ വീഴാനിടയായി. പിന്നീട് കിടന്ന് നിലവിളിച്ചു, എന്നാൽ പ്രയോജനമില്ലായിരുന്നു. ഇതാണ് അനുകൂലമായിരിക്കുന്ന സമയം. ഇതാകുന്നു രക്ഷാദിവസം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ എല്ലാവരും നിങ്ങളുടെ നോട്ടത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലുമെല്ലാം, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ ഭാവങ്ങളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ബൈബിളിൽ പറയുന്നത് പോലെ, യേശുക്രിസ്തു പറയുന്നത് പോലെ ജീവിക്കണം. ഒരുക്കമാണോ? ജീവിക്കുമോ? ജീവിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ജീവിക്കാൻ കഴിയുന്നില്ല. മദ്യപിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് കഴിയുന്നില്ല. നോക്കരുതെന്ന് അറിയാം, പക്ഷേ കഴിയുന്നില്ല. എനിക്കത് കഴിയുന്നില്ല. നമ്മെക്കൊണ്ടത് കഴിയില്ല. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഒരു പെൺകുട്ടി അവളുടെ അമ്മയ്ക്ക് ജന്മദിവസം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു വലിയ ഗിഫ്റ്റ് പാത്രം വാങ്ങിക്കുവാൻ ഇടയായി. അവളുടെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി, ആ ഗിഫ്റ്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ പറഞ്ഞു, നീ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് വലുതാണല്ലോ, നിനക്കത് എടുത്തോണ്ട് നടക്കാൻ കഴിയുമോ? അപ്പോൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ആദ്യം എനിക്ക് ആ ഗിഫ്റ്റ് തരൂ. ഇല്ല മോളെ, നീ വീണു പോകാനിടയാ, നിനക്ക് കഴിയില്ല, എനിക്ക് ആദ്യം ഗിഫ്റ്റ് താ. അങ്ങനെ ആ ഗിഫ്റ്റ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ആ കുട്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ട് പറയുകയാണ്, എന്നെ ഇനി എടുക്കൂ. എന്നെ എടുത്തുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്താണ് നാം ചെയ്യേണ്ടത്? യേശുവിന്റെ അടുക്കല് പറഞ്ഞു, കർത്താവേ, എനിക്ക് കഴിയത്തില്ല, എന്നെ നീ എടുക്കണം. എന്താണ്? എന്നെ സഹായിക്കൂ, ഇത് ചെയ്യാതിരിക്കുവാൻ എനിക്ക് കൃപ തരണം. നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിയുവാനിടയാകും. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഈ പാപത്തെ ജയിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കണമെന്ന് നാം പറയുന്നത്. അവൻ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ വഹിക്കുന്നവനാണ്, നമ്മെ നടത്തുന്നവനാണ്, നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ നൽകിയവനാണ്. യേശുക്രിസ്തു നിന്നിലുണ്ട് എങ്കിൽ പാപത്തെ ജയിക്കാം, ലോകത്തെ ജയിക്കാം, പിശാചിനെ ജയിക്കാം. കാരണം നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ
വലിയവനാണ്. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. ഞാൻ ബലഹീനൻ ആകുന്നുവെങ്കിലും ഞാൻ ബലവാനാണ്. ബലഹീനത എന്റേതാണ്. ബലം ആരുടേതാണ്? നമ്മുടെ ദൈവത്തിൻ്റെത്. കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് പാപത്തെ ജയിക്കുവാനായി, നിന്റെ സ്വഭാവത്തെ മാറ്റുന്നതിനായി, നിന്റെ ചിന്തകൾ മാറ്റുന്നതിനായി, നിന്റെ ഹൃദയത്തെ മാറ്റിക്കൊണ്ട് പുതിയ ജീവിതം നൽകുന്നതിന് കർത്താവ് മതിയായവനാണ്. പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ നമ്മെ ആശ്വസിപ്പിച്ച്, നമ്മെ ബലപ്പെടുത്തി, നമ്മെ സർവ്വ സത്യത്തിലേക്കും നാം എപ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മോട് പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തുകയും അങ്ങനെ സകല സത്യത്തിലേക്കും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. കർത്താവേ, എന്നെ സഹായിക്കുമാറാകണമേ. എൻ്റെ സ്വഭാവം മാറ്റണമേ. എൻ്റെ വാക്കുകൾ ശരിയല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എൻ്റെ ഭർത്താവിനും എനിക്കും മധ്യേ സമാധാനം ഇല്ല. എൻ്റെ കുടുംബത്തിൽ ഐക്യത ഇല്ല. എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ല. പിതാവേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ മക്കളും പിണങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. ദുശ്ശീലങ്ങൾക്ക് ഞാൻ അടിമയായിരിക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തെ നീ മാറ്റണമേ. ഞെരുക്കമുള്ള വഴിയെ പോകുന്നതിനായി, ക്രൂശെടുത്ത് നിന്നെ അനുഗമിക്കുന്നതിനായി, അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിക്കുന്നതിനായി എന്നെ സഹായിക്കണമെന്ന് കർത്താവിനോട് പറയുക. ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുന്നു, ദൈവവചനമെല്ലാം അറിയാം. എന്നാൽ വചനപ്രകാരം നീ ജീവിക്കുന്നുണ്ടോ? ആ വചനം നിന്റെ ഹൃദയത്തിൽ നിറച്ച് നീ ധ്യാനിക്കുന്നുണ്ടോ? എല്ലാവരും വായ് തുറന്നിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം നീ നോക്കണമേ. നിന്റെ ഇഷ്ടമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ. നിന്നിൽ വിശ്വസിച്ച് സ്നാനമേറ്റിരിക്കുന്നതായ ഞങ്ങൾ വിശ്വസ്തയോടെ നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ, ഭയമില്ലാതെ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്റെ കാലടികളെ പിന്തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ലോകത്തെ സ്നേഹിച്ച ലോത്തിന്റെ ഭാര്യയെ പോലെ ഉപ്പുതൂണായിട്ട് മാറിപ്പോകാതെ, ലോകത്തെ സ്നേഹിച്ചതായ ദേമയെപ്പോലെ ലോകത്തിൽ ചിതറിപ്പോകാതെ, യേശുവിലേക്ക് നോക്കിയിട്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് സ്ഥിരതയോടെ ഓടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന്. അതേ കർത്താവ്, ഞങ്ങളുടെ പാപത്താൽ ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രോഗങ്ങൾ വരുത്തി വച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾക്ക് സമാധാനം പകരണമേ. ഞങ്ങളിലെ ശാപം മാറ്റണമേ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അനുഗ്രഹം കാണുവാൻ സഹായിക്കണമേ. ഇപ്പോൾ ആരൊക്കെയാണ് രോഗികളായിട്ട് ഇരിക്കുന്നത്? നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവിധ രോഗത്തിന്റെ അവസ്ഥയെയും സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവേ. അത് തൈറോയ്ഡ് ആകട്ടെ, ഷുഗർ ആകട്ടെ, BP ആകട്ടെ, അത് ഗർഭപാത്രത്തിലുള്ള ഫൈബ്രോയിഡ്സ് ആകട്ടെ, ശരീരത്തിലെ രക്തത്തിലെ അണുബാധയാകട്ടെ, എയ്ഡ്സ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കൊള്ളട്ടെ, എന്തായാലും നിനക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞതായ കർത്താവേ, നിന്റെ രക്തത്താൽ കഴുകി അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവരെ ശുദ്ധീകരിച്ച് സൗഖ്യം കൊടുത്തിട്ട് അയക്കണമേ കർത്താവേ. പ്രശ്നങ്ങളിലായിരിക്കുന്നു, ഭാര്യ ഭർത്താവ് മധ്യേ സമാധാനമില്ലെന്ന് പറയുന്നവർ, അവരുടെ ജീവിതത്തിൽ നിന്റെ സ്നേഹം അറിയുവാൻ കൃപ കൊടുക്കണമേ. കടബാധ്യതയിലായിരിക്കുന്നു, വേദനയിലായിരിക്കുന്നു, അധ്വാന ഫലമൊന്നുമില്ലാതെ നന്മ പ്രാപിക്കാൻ കഴിയാതെ ദിനംതോറും ഞങ്ങൾ തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ആളുകളെ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്ത വചനത്താൽ അയക്കണമേ. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. കണ്ണുനീരിനെ ആനന്ദ ബാഷ്പമായി മാറ്റണമേ. നിരാശയുടെയും ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്ന് സമാധാനം കൊടുക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായ സകല വ്യക്തികളെയും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അന്ന് നീ നിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നാനാവിധമായ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിന്, ഭൂതങ്ങളെ ശാസിക്കുന്നതിന് അധികാരം കൊടുത്തതുപോലെ നീ നൽകിയിരിക്കുന്ന അധികാരമനുസരിച്ച് നീ ക്രൂശിൽ ഒഴുക്കിയതായ രക്തത്തിന്റെ വിലയനുസരിച്ച്, ജയമനുസരിച്ച് എല്ലാ ദോഷത്തിൽ നിന്നും ജനത്തെ വിടുവിക്കുമാറാകണമേ. നിന്റെ സാക്ഷികളായി അവരെ മാറ്റണമേ പിതാവേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ